ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ ഒരു 5:45 ആയപ്പോഴാണ് എണീറ്റത്. കുറച്ച് വൈകിട്ടുണ്ട് എണീക്കാം. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അടുത്ത അത്ര കാണിച്ചു തരാം. അപ്പോൾ രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകിയിട്ട് നേരെ വരുന്ന അടുക്കളയിലേക്കാണ്. അപ്പോൾ ഇന്ന് എണീക്കാൻ കുറച്ച് വൈകിക്കൊണ്ട് തന്നെ നേരം വെളിച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജനൽ തുറന്നിട്ടു. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ എന്നത്തെയും പോലത്തെ പരിപാടി തന്നെ അടുപ്പൊന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അടുപ്പിൻ്റെ മുകളിലുള്ള റിങ് ഞാൻ രാത്രി കഴുകി വയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ തീ കത്തിക്കുമ്പോൾ ആ കരിയൊക്കെ പാടെ ഇങ്ങനെ വെള്ളമൊലിച്ച് പോലെയാവും. അപ്പം ഞാൻ റിങ് രാത്രി കഴുകി വയ്ക്കും. പിന്നെ അടുപ്പിൻ്റെ മുകളിൽ കറുത്ത ഇതൊക്കെ കരിയുടെ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സോപ്പൊക്കെ കൂട്ടിയിട്ട് കഴുകിയിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ദിവസവും തുടയ്ക്കും കൊണ്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ നേരെ നമ്മുടെ അടുക്കളയത്തെ വാതിലൊന്ന് തുറന്നപ്പോഴേക്കും അച്ഛൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു, വെള്ളം ഒഴിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാക്കയ്ക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് കോഴികളില്ല, തറവാട്ടിൽ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവർ മിച്ചറും ബിസ്ക്കറ്റും റസ്ക്കൊക്കെ തിന്നുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്ത് വന്നപ്പോഴാണ് അടുപ്പത്തെ വെണ്ണീർ കോരിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. എപ്പോഴും ഞായറാഴ്ച എനിക്ക് വെണ്ണീർ കോര ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തീ കത്തിക്കാൻ നേരത്താണ് ഇത് കോരിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വരിക. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ കയ്യിൻ്റെ ബാഗൊക്കെ കൂടെ ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അതൊരു ഇഴുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ഓർമ്മ വന്നപ്പോൾ വേഗം തുടയ്ക്കാനും കൂടി നിന്നു. മോൾക്കൊന്ന് ട്യൂഷൻ ഉണ്ട്, അപ്പോൾ വേഗം തുടയ്ക്കൽ കുറച്ച് സ്പീഡിലാക്കിയിട്ടോ വേഗം തുടച്ചു. പിന്നെ കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് അവരൊക്കെ പിന്നെ എണീക്കലും കുളിക്കലൊക്കെ തുടങ്ങിയാൽ പിന്നെ തുടയ്ക്കൽ പിന്നെയും വൈകും. ഇതാണ് കഴിഞ്ഞാൽ പിന്നെ വേഗം പണി ഒരുങ്ങില്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ കുളിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പാത്രം 2 കഴുകാനുള്ളത് ഓർമ്മ വന്നത്. രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുമ്പോൾ നമുക്ക് അത്ര തോനെ പാത്രങ്ങളൊന്നും കഴുകാണ്ടാവില്ല. അപ്പോൾ അത് കഴുകി വെച്ചിട്ട് പിന്നെ നേരെ പോണത് കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് തല നനച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം മുമ്പ് ഞാൻ പുഴയിൽ പോയിട്ടൊന്ന് മുങ്ങിയതാണ്. മുങ്ങി കുളിച്ച് വന്നപ്പോഴേക്ക് ചെവിയിൽ കുറച്ച് വെള്ളം കയറി, അതുകൊണ്ട് തന്നെ നീരിറക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ തല നനയ്ക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും പിന്നെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് നൂൽപുട്ട് ഉണ്ടാക്കൽ. അപ്പോൾ പിന്നെ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എളുപ്പപ്പണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കിയിട്ടോ. പിന്നെ കറിയായിട്ട് നമ്മുടെ പച്ചപ്പട്ടാണി ഉണ്ടല്ലോ, അതും കൊണ്ട് കുറച്ച് കറി ഉണ്ടാക്കി. കറണ്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കാതെ കുറുന്നനെയാണ് കേട്ടോ കറി ഉണ്ടാക്കിയത്. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നൂൽപുട്ട് മോള് കഴിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ എനിക്കും മോനുള്ളത് എടുത്ത് വെച്ചിട്ട് ഏട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടോ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് സ്കൂളില്ലാത്തതല്ലേ. അപ്പോഴേക്ക് വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു തീ കത്തിച്ചിട്ട്. അപ്പോൾ ഞാൻ അരിയും കൂടി ഇട്ടു. പിന്നെ ഞാൻ എപ്പോഴും അരി ഇടുമ്പോൾ അതിൻ്റെ മുകളിലൊരു പാത്രത്തിൽ വെള്ളം വെക്കും കേട്ടോ. ആ വെള്ളത്തിലാണ് ചുക്കുവെള്ളം പൊടി ഇടുക. എന്നിട്ട് പിന്നെ അരിച്ചിട്ട് നമ്മൾ അടുത്ത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിലേക്ക് അരിച്ചൊഴിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് എടുത്ത് കുടിക്കുമ്പോൾ അവരുടെ ചങ്കിൽ അതിൻ്റെ വേരും ഇതൊക്കെ ഉണ്ടാവില്ല, അത് കുടുങ്ങും. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ റെഡിയായപ്പോൾ വേഗം ഇതും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ബാക്കിയുള്ള മാവും കൊണ്ട്. അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഉണ്ടാക്കണം വെച്ചിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഞാനത് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് ഓരോ ഉണ്ട പോലെ ആക്കിയിട്ട് അത് അടുപ്പത്ത് വെച്ചു. പിന്നെ പാത്രങ്ങൾ കഴുകാളൊക്കെ വാഷ് ബേസിക്ക് ഇട്ടിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിക്കായിരുന്നു കേട്ടോ. കഴിക്കൽ കഴിഞ്ഞപ്പോൾ വേഗം കയ്യോടെ പാത്രമാണ് കഴുകി വെച്ചു. ഇന്ന് മോളുടെ ട്യൂഷൻ ക്ലാസ്സിൽ മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഞാൻ വേഗം പണിയെടുക്കുകയാണ്. അപ്പോഴേക്കാണ് കേട്ടോ ഒരു കാറ്റ് വീശിയത്. കാറ്റ് വീശിയപ്പോൾ നമ്മുടെ അവിടെ ഒരു മരം അങ്ങനെ വീണിട്ടുണ്ട് കേട്ടോ. 2 റബ്ബറിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ വഴിക്കാണ് വീണിട്ടുള്ളത്. ഒന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ പിന്നെ അതൊന്ന് പോയി നോക്കിയിട്ട് വന്നിട്ട് നമ്മുടെ ഉണ്ട റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ഉപ്പേരിയും കൂടി വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായപ്പോൾ ഞാൻ വേഗം റെഡിയായി. പിന്നെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ ഈ ഭാഗത്തേക്ക് ബസ്സുകൾ കുറവാണ്. അപ്പോൾ ബസ് ഉണ്ടാവില്ലേ എന്നുള്ളൊരു സംശയത്തിലാണ് പുറപ്പെട്ടത്. പിന്നെ ട്യൂഷൻ ക്ലാസ്സിലെ ആദ്യത്തെ മീറ്റിംഗാണ്. ഏട്ടനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോവും വേണം. പിന്നെ പോയി നോക്കുമ്പോൾ ബസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് വേഗം പോയി. പിന്നെ അവിടെയൊക്കെ പോയി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 1:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തറവാട്ടിൽ നിന്ന് കുറച്ച് കറികളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഭക്ഷണമാണ് കഴിച്ചു. ഇങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോഴൊക്കെയാണ് നമ്മൾ അമ്മൂന് വേണ്ടിയിട്ട് ഒരു ഹൂല ഹൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നത്. അപ്പോൾ കുട്ടികളൊക്കെ പാടെ കൂടിയിട്ട് അത് ഒന്ന് റെഡിയാക്കി. അപ്പോൾ അമ്മൂന് ഭയങ്കര സന്തോഷമായിട്ട് കുറേ ദിവസമായിരുന്നു അത് ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.